ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് 81.26% പോളിംഗ് ആണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലം മണ്ഡലത്തിലാണ്. നാദാപുരത്താണ് ഏറ്റവും കുറവ്. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വരെ വിവാദങ്ങൾ നിറഞ്ഞ പേരാമ്പ്ര അടക്കമുള്ള മണ്ഡലങ്ങൾ, വലിയ ശക്തമായിട്ട് മത്സരം നടന്ന പല മണ്ഡലങ്ങളും ജില്ലയിൽ ഇതിപ്പോൾ ഈ 81.26% പോളിംഗ് എങ്ങനെയാണ് ഈ മുന്നണികൾ കണക്കുകൂട്ടുന്നത്? കോഴിക്കോട് ജില്ലയിൽ നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏറെക്കുറെ സമാനമാണ് ഇത്തവണയും സാഹചര്യമെന്ന് കൂടി പറയേണ്ടി വരും. കഴിഞ്ഞ തവണ 84% രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ 81.26 ഒടുവിലെ കണക്കിൽ രേഖപ്പെടുത്തും. എന്തായാലും ഇതിൽ അന്തിമ ചിത്രം വരുമ്പോൾ കൂടുതൽ കണക്കുകൾ വ്യക്തമാക്കി പറയാൻ സാധിക്കും. എങ്കിലും ഒടുവിൽ വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം നടന്നത്. ഇവിടങ്ങളിൽ പോളിംഗ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ നാദാപുരത്ത് ഇത്തവണ 86%, കഴിഞ്ഞ തവണ 86% പോളിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 79% മാത്രമാണ് രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ നാദാപുരത്ത് കുറവ് വന്നിട്ടുണ്ട്. കുറ്റ്യാടിയിലും സമാനമാണ്. കുറ്റ്യാടി കഴിഞ്ഞ തവണ 89% പോളിംഗ് ഉണ്ടെങ്കിൽ ഇത്തവണ 80%-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം പേരാമ്പ്രയിൽ 86% കഴിഞ്ഞ തവണ, അത് 81-ലേക്ക് മാറുകയും കുന്നമംഗലത്ത് 88-ൽ നിന്ന് 84% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് 79% കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 81%-മായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പൊതുവിൽ നമുക്ക് പോളിംഗ് ശതമാനം വെച്ച് ജില്ലയിൽ എങ്ങനെ വോട്ടിൽ വർധനവുണ്ടോ അല്ലെങ്കിൽ ആർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും വ്യക്തമായ ഒരു ചിത്രം പറയാൻ സാധിക്കില്ലെങ്കിലും UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് പ്രധാനമായും ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ. ഇവിടങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ തന്നെ വ്യത്യസ്തമായ കണക്കുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ സാധിക്കില്ല. എങ്കിലും ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു ഏകീകരണം അടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ശക്തമായ മത്സരം, ആർക്കും ഏകപക്ഷീയമായി വിജയിക്കാൻ സാധിക്കുമെന്ന് പറയാൻ ഈ ഘട്ടത്തിൽ എന്തായാലും സാധിക്കില്ല. കാരണം ആര് വിജയിച്ചാലും നേരിയ വോട്ടിന്റെ വിജയം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് പോളിംഗ് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ അന്തിമ കണക്ക് വന്നിട്ടില്ല. അതുകൂടി വന്ന ശേഷമായിരിക്കും ഔദ്യോഗിക ചിത്രം. ശരി, മുൻകാലങ്ങളിലെ പോലെയല്ല ഇത്തവണ കോഴിക്കോട്ട് നേട്ടമുണ്ടാക്കും എന്ന പ്രതീക്ഷ, ആത്മവിശ്വാസം UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. ശരത് SS വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.